നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ദ്രോണനെ ശകാരിക്കുന്ന പ്രകാരത്തിൽ പറഞ്ഞതാണെങ്കിലും അത് തനിക്കുമുള്ള ശകാരമാണ്. ദ്രോണൻ എത്ര കണ്ട് കുറ്റക്കാരനാണോ അത്ര കണ്ട് കുറ്റക്കാരനാണ് താനും. തന്നെ കുറ്റക്കാരനായിട്ട് ദുര്യോധനൻ വാച്യമായി പറയുന്നില്ല, പക്ഷേ ധ്വനി മുഴുവൻ അതാണ് ദുര്യോധന ഹൃദയത്തിലെ പാരുഷ്യം. പാരുഷ്യത്തിന്റെ കാര്യത്തിലെ തെല്ലും കുറവില്ല കർണനും. എങ്കിലും ഇപ്പോൾ ആ പരുഷത പ്രകടിപ്പിക്കാനുള്ള അവസരമില്ല. എന്തുകൊണ്ടെന്നാൽ പരാജയത്തിന്റെ രുചി പലതവണ കർണൻ അനുഭവിച്ച് കർണന്റെ മനസ്സിൽ തന്റെ പൊങ്ങച്ചങ്ങൾ യഥാർത്ഥത്തിൽ ശരിയല്ല, തന്റെ പൊങ്ങച്ചങ്ങൾ വെറും വീൺവാക്കുകളാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ ദുര്യോധനനോട് താൻ ഇതിനു മുമ്പ് എല്ലാ അവസരങ്ങളിലും മറ്റാളുകളോട് കാണിച്ച പ്രകാരത്തിൽ, കാരണമില്ലെങ്കിൽ പോലും മറ്റാളുകളോട് താൻ കടന്നു കയറി ബഹളമുണ്ടാക്കും, അതേ പ്രകാരത്തിൽ വാക്കുകൾ കൊണ്ട് ദുര്യോധനെ ആക്രമിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി സ്വയം നിയന്ത്രിച്ചുകൊണ്ട് തന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദ്രോണനെ രക്ഷിക്കാൻ കർണൻ വാക്കുകൾ കൊണ്ട് ഒരു വലിയ പരിചയം ഒരുക്കുന്നത് നമുക്കിവിടെ കാണാം. കർണൻ പറയുന്നു, അലയോ ദുര്യോധന കൂട്ടുകാര, ആചാര്യമാ വിഗർഹസ്വ ശക്തിയാസൗ യുധ്യതേ ദ്വിജ. അലയോ കൂട്ടുകാര, നീ ഒരിക്കലും ആചാര്യനെ ഇങ്ങനെ നിന്ദിക്കരുത്, ദ്രോണനെ നിന്ദിക്കരുത്, ദ്രോണനെ കുറ്റം പറയരുത്. അദ്ദേഹത്തിന്റെ ശക്തിക്ക് അനുസരിച്ച് പരമാവധി ഉത്സാഹിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യരുത്. അദ്ദേഹം ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ആളാണ് എന്ന് നീ പ്രഖ്യാപിക്കരുത്. അദ്ദേഹം ഒരിക്കലും പാണ്ഡവന്മാരുടെ ചാരനല്ല എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ ഒരിക്കലും ചോദ്യം ചെയ്യരുത് എന്ന് കർണൻ പറയാണ്. തന്റെ സത്യസന്ധതയെയും തന്റെ പരിശ്രമങ്ങളെയും ഒരു പ്രകാരത്തിലും ആക്രമിക്കരുത്, അധിക്ഷേപിക്കരുത് എന്ന അതിന്റെ വ്യംഗ്യാർത്ഥം. തനിക്ക് ഒരു സുരക്ഷാകവചം ഒരുക്കാൻ ദ്രോണനു വേണ്ടി സുരക്ഷാകവചം വാക്കുകൾ കൊണ്ട് കർണൻ തീർക്കുകയാണ്. ഇതൊക്കെ ആസുരീ ബുദ്ധികളുടെ കപട നാട്യമാണ്. അത് ആസുരീ ബുദ്ധികളുടെ സന്ദർഭോചിതമായിട്ടുള്ള വാക്കുകളുടെയും പ്രവൃത്തികളുടെയും സമ്പ്രദായമാണ്. എങ്ങനെയാ ദ്രോണൻ യുദ്ധം ചെയ്തത്? യഥാബലം യഥോത്സാഹം ത്യക്ത്വാ ജീവിതമാത്മനഃ. തന്റെ ജീവനെ പണയം വെച്ചുകൊണ്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. ഇത്രയും നാള് അങ്ങേയറ്റത്തെ ഉത്സാഹത്തോടുകൂടി, അങ്ങേയറ്റത്തെ ശൗര്യ വീര്യാദികൾ പ്രയോഗിച്ചുകൊണ്ട് അപകടങ്ങളെയെല്ലാം സുധീരമായിട്ട് നെഞ്ചി വിരിച്ച് അഭിമുഖീകരിച്ചുകൊണ്ടാണ് ആചാര്യൻ ഇത്രയും നാള്, അല്ലയോ ദുര്യോധന, നിനക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തത്. ഈ അർജുനൻ ഇന്ന് വൈകുന്നേരം നടന്ന യുദ്ധത്തിൽ ജയിച്ചുവെങ്കിൽ അതിന് കാരണം ദ്രോണന്റെ കഴിവുകേടല്ല, പിന്നെയോ യദ്യേനം സമതിക്രമ്യ പ്രവിഷ്ട ശ്വേതവാഹനൻ അർജുനൻ എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞ് എല്ലാ വില്ലാളി വീരന്മാരെയും തോൽപ്പിച്ച് ജയദ്രഥന്റെ സമീപത്തേക്ക് പാഞ്ഞടുത്ത് ജയദ്രഥനെ സംഹരിച്ചുവെങ്കിൽ
അക്കാര്യത്തില് നാത്ര സൂക്ഷ്മോ വിദോഷസ്യാത് ആചാര്യസ്യ കഥഞ്ജന. ആചാര്യന്റെ ദോഷമല്ലത്. അല്പം പോലും, അത്യന്തം സൂക്ഷ്മമായി പോലും, ഒരു കണിക പോലും ദോഷം ആചാര്യന്റെ പക്ഷത്തിലില്ല. അദ്ദേഹം അർജുനനെ തടഞ്ഞിടാൻ വേണ്ടിയിട്ട്, അർജുനനെ തോൽപ്പിച്ച് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് സർവശക്തിയും ഉപയോഗിച്ചിട്ട് അദ്ദേഹം അടരാടി. അദ്ദേഹം നിർമ്മിച്ചതായ ആ വ്യൂഹവും അത്ര കണ്ട് ബലിഷ്ഠമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതിനാൽ ആചാര്യനെ ഈ പ്രകാരത്തിൽ ഒരിക്കലും കുറ്റം പറയരുത്. അർജുനൻ ജയിക്കാനുള്ള കാരണം എന്തെന്നറിയോ? 2 കാരണങ്ങളാണ്. ഒന്ന്, അർജുനന്റെ മികവ്. കർണൻ ആദ്യമായിട്ട് തന്റെ കൂട്ടുകാരനോട് അർജുനന്റെ മികവിനെ കുറിച്ച് പറയുക. അതിനു മുമ്പ് കർണൻ ഇങ്ങനെ തന്റെ കൂട്ടുകാരനോടോ അല്ലെങ്കിൽ വേറെ ആരോടുമോ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ അർജുനന്റെ കരങ്ങളുടെ ബലം, അതിന്റെ ചൂട് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ കർണൻ അത് പറയുന്നു. അങ്ങനെ അല്ലാതെ പറയാൻ നിവൃത്തിയില്ല. ഞാൻ അർജുനനെ തോൽപ്പിക്കും പടക്കളത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം എന്നൊന്നും കർണൻ ഇപ്പോൾ ദുര്യോധനോട് പറയാൻ പറ്റൂല. എന്താ? ദുര്യോധനന്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് അർജുനന്റെ മുന്നിൽ കർണൻ തോറ്റുപോയത്. അപ്പോൾ ഇനി വിടുവാക്കുകൾക്കൊന്നും, അർത്ഥശൂന്യമായ വാക്കുകൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല. സത്യത്തെ സത്യമായി അംഗീകരിച്ചേ പറ്റൂ. മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ കൂട്ടുകാരനോട് പറഞ്ഞേ പറ്റൂ. ജയിക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന് അർജുന പക്ഷത്തിലുള്ള കാരണം, മറ്റേത് ദ്രോണപക്ഷത്തിലുള്ള കാരണം. അർജുനന്റെ മികവും ദ്രോണന്റെ പ്രായാധിക്യവും, ഇത് രണ്ടുമാണ് കാരണങ്ങൾ. കൃതീദക്ഷോ യുവാശൂര കൃതാസ്ത്രോ ലഘുവിക്രമ ദിവ്യാസ്ത്രയുക്തമാസ്തായ രഥം വാനരലക്ഷണം. അർജുനൻ എങ്ങനെയാ ആക്രമിച്ചത്? അത് കർണൻ, യോദ്ധാവായ കർണൻ, മറ്റ് യോദ്ധാക്കളെ വിലയിരുത്താൻ വേറൊരു യോദ്ധാവിനെ സാധ്യമാവുള്ളൂ. ആ കർണൻ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്, അങ്ങേയറ്റം ഭാഗ്യശാലി, നല്ല പരിശീലനം വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന പ്രകാരത്തിൽ എല്ലാം കിട്ടിയവൻ, ദക്ഷൻ, സമർത്ഥൻ, യുദ്ധ നൈപുണി ഏറെയുള്ളവൻ, യുവാ, ചെറുപ്പക്കാരൻ. അതാണ് ശരീരത്തിന്റെ മുഴുവൻ ശേഷിയും ജ്വലിച്ചു നിൽക്കുന്നതായ പ്രായം. പിന്നെയോ ശൂരൻ, യുദ്ധവീരത ജന്മായത്തമായി കിട്ടി കർമ്മം കൊണ്ട് വളർത്തിയെടുത്തിട്ടുള്ള, അനേക യുദ്ധങ്ങളിൽ ജയിച്ച ആ യുദ്ധ പരിചയമുള്ളയാള്, കൃതസ്ത്ര, ദിവ്യാസ്ത്രങ്ങൾ അനേകം ദേവന്മാരെ പ്രീതിപ്പെടുത്തി നേടിയിട്ടുള്ളയാള്. അറിയാമല്ലോ, കൈലാസത്ത് പോയി ഭഗവാനെ പ്രീതിപ്പെടുത്തി ഭഗവാന്റെ കയ്യിൽ നിന്ന് പാശുപതം നേടിയ അർജുനൻ. ഇങ്ങനെയുള്ള ദിവ്യാസ്ത്രങ്ങളെല്ലാം കരഗതമായിട്ടുള്ള അർജുനൻ ലഘുവിക്രമ, അനായാസമായിട്ട് പടക്കളത്തില് ആയോധന കല, അതൊരു കലയായിട്ട് തന്നെ പ്രയോഗിപ്പാൻ ശേഷിയുള്ളവൻ. തളർച്ച എന്നുള്ളത് അർജുനനില്ല, ബുദ്ധിമുട്ട് എന്നുള്ളത് അർജുനനില്ല, വേഗത കുറഞ്ഞു പോവുക എന്നുള്ളത് അർജുനനില്ല. എല്ലാവരും ഇടത് കൈയിൽ വില്ല് പിടിച്ച് വലത് കൈ കൊണ്ടെയും അല്പനേരം ഇടക്കിടക്ക് കൈ തളരുമ്പോഴേക്കും ഒരു റെസ്റ്റ് കൊടുക്കേണ്ടി വരും. അർജുനൻ അതുപോലുമില്ല. ഇടത് കൈയിൽ വില്ല് പിടിച്ച് വലത് കൈ കൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെ അടുത്ത നിമിഷം വലത് കൈയിൽ വില്ല് പിടിച്ചിട്ട് ഇടത് കൈ കൊണ്ടും ചെയ്യും. അതുകൊണ്ട് അർജുനന്റെ ഗാണ്ഡീവത്തിൽ നിന്ന് നിലയ്ക്കാതെ അസ്ത്രങ്ങൾ ആകാശത്തിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടേയിരിക്കും. ദിവ്യാസ്ത്രയുക്തം, ദിവ്യാസ്ത്രങ്ങൾ കരങ്ങളിലുള്ളവൻ. ഏത് ദിവ്യാസ്ത്രം വേണമെങ്കിലും എടുത്ത് പ്രയോഗിക്കാം. ആ അവസരത്തില് സാധാരണ അസ്ത്രങ്ങൾ കൊണ്ട് കൗരവീരന്മാരെ അർജുനൻ തോൽപ്പിക്കാനായില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അർജുനൻ ദിവ്യാസ്ത്രം പ്രയോഗിക്കും. അതെല്ലാം കയ്യിലുണ്ട്. അത് പ്രയോഗിക്കാതെയാണ് അർജുനൻ ഈ പരാക്രമം കാണിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർത്തുകൊള്ളു. അത്ര കണ്ട് അർജുനൻ സമർത്ഥനാണ്.